വെറുതെ കിടന്ന് അലറണ്ട. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഒരു കുഞ്ഞു പോലും വരില്ല. എന്താ കല്യാണി മോളെ, പേടിച്ചു പോയല്ലേ? ഇതൊരു ചെറിയ തമാശ, അത്രേ ഉള്ളൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? മതി, ഈ ഒരു മനസ്സുണ്ടായാ മതി. എന്റെ പകുതി പണി കുറഞ്ഞു. ദുഷ്ടനായി അലക്സാണ്ടർ സമ്മതിച്ചു. ആൾക്കാർ പറയും പടച്ചു വിട്ടപ്പോ തമ്പുരാൻ കർത്താവിന് പറ്റിയ ഒരു അബദ്ധമാണെന്ന്. നേരാ, ജനിച്ചതും ജീവിച്ചതും അങ്ങനൊരു അബദ്ധമായിട്ട് തന്നെ. ഇനിയിപ്പൊ അതൊന്നും മാറാൻ പോകുന്നില്ല മോളെ. അങ്ങനെ മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അപകടമാ. മനസ്സിലായോ നിനക്ക്? കൊണ്ടതിലേറെ കൊടുത്ത അലക്സാണ്ടർക്ക് ശീലം. അത് നിന്റെ അച്ഛൻ മനസ്സിലാക്കിയില്ല. അതിന്റെ ശിക്ഷയാ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. അറിയാലോ നിനക്ക്? എന്നെപ്പോലെ വകതിരിവില്ലാത്തവരെ എൻ്റെ മോനും മഹാപിഴയാ. അത് നിന്റെ അച്ഛന് മനസ്സിലായി. അതാണല്ലോ അവൻ കാണിച്ച ചെറിയൊരു തെറ്റിന് വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്തത്. അവൻ ശരിക്കും അനുഭവിച്ചു. അതോടെ എല്ലാം തീരണമായിരുന്നു. പക്ഷെ തീർക്കാൻ നിന്റെ അച്ഛൻ ശ്രമിച്ചില്ല. അവിടെയാണ് കണക്ക് തെറ്റിയത്. എന്താ, ശരിയല്ലേ? മോൻ ജയിലിൽ കിടന്നപ്പോ അവന്റെ അപ്പനായ എനിക്ക് വീട്ടാമായിരുന്നു നിന്റെ അച്ഛനോടുള്ള പക. അത് വേണ്ടെന്ന് വെച്ചതേ, എല്ലാം ഇതോടെ അങ്ങ് തീർന്നോട്ടെ എന്ന് വെച്ചാ. പക്ഷെ വേണ്ടെന്ന് വെച്ച് പോയിട്ടും പിന്നാലെ വന്നാൽ തിരിഞ്ഞു നിൽക്കും ഞാൻ. ആ നിൽപ്പിലെല്ലാം തീർക്കുകയും ചെയ്യും ഞാൻ. ഉപദ്രവിക്കരുത്. ഹേയ്, ഉപദ്രവിക്കൊന്നുമില്ല. ഒരു സത്യം അങ്ങ് തുറന്നു പറഞ്ഞാ മതി. ഒരാളെ കുറിച്ച്. നിനക്കറിയാം അവൻ ആരാണെന്ന്. ഇടയ്ക്കിടെ അവൻ എന്നെ ഫോൺ വിളിക്കും ഭീഷണിപ്പെടുത്താൻ. എനിക്കാണ് ഇമാതിരി കുട്ടികളെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവനെ ഒന്ന് നേരിൽ കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി.
പറ, ആരാ അവൻ? ഇല്ല, എനിക്കറിയില്ല. ഹാ, എന്താ മോളെ, നിനക്കറിയാം. കേട്ടിടത്തോളം നിനക്കും നിന്റെ കുടുംബത്തിനും വളരെ വേണ്ടപ്പെട്ടവനാവൻ. അതുകൊണ്ടാണല്ലോ കോടതിയിൽ ഞങ്ങൾക്കെതിരെ ഒരു വക്കീലിനെ വരെ ഏർപ്പാടാക്കിയത്. എന്താ, ശരിയല്ലേ? എനിക്കറിയില്ല, സത്യം ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാം? നിന്റെ അച്ഛനറിയോ, അമ്മയ്ക്കറിയോ, അനിയത്തിക്കറിയോ? പറ, എങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, സത്യം ഇത്. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അറിയില്ല. അറിയാം, നിനക്കറിയാം അവനാരാണെന്ന്. സത്യം പറഞ്ഞിട്ടേ നീ ഇതിനകത്ത് പുറത്തു പോകും. എനിക്കറിയില്ല, അറിയാഞ്ഞിട്ടാ. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നീ കരുതരുത്, നടക്കില്ല. ആലോചിക്കാം, സമയം തരാം. ശരിക്കും ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. സത്യം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടണോ അതോ ഇവിടെ കിടന്ന് ചാകണോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഞാൻ ഇനിയും വരാം. അപ്പോഴേക്കും മോൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. പറയ്, പിന്നെന്താ ഉണ്ടായത്? എനിക്ക് കുറച്ച് വെള്ളം വേണം. പിന്നീട് അയാൾ അവിടെ വന്നോ? വന്നു. എന്ത് തീരുമാനിച്ചു? ഇവിടെ നിന്ന് പോകണോ അതോ അവൻ ആരാണെന്ന് പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അതല്ല വീണ്ടും ഉരുണ്ട് കളിക്കാനാണ് ഭാവമെങ്കിൽ എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാമടി? നിനക്ക് നിന്റെ കുടുംബത്തിനും വേണ്ടി കളിക്കുന്ന നായിന്റെ മോനെ ആർക്കറിയാം? പറയടി. ഓ, നിന്റെ അനിയത്തിക്ക് അറിയാമായിരിക്കും. അവളോട് ഞാൻ ഇതുപോലെ ഒന്ന് ചോദിക്കാം. എന്താ? അത് ചോദിച്ചു നോക്കിയാലേ അറിയൂ. അയ്യോ, എന്റെ ദേവനൊന്നും ചെയ്യരുത്, എന്റെ ദേവനൊന്നും ചെയ്യരുത്, എന്റെ ദേവനൊന്നും ചെയ്യരുത്. പിന്നെ അയാൾ വന്നില്ല. ആ രാത്രിയും പിറ്റേന്ന് പകലും എനിക്ക് അവിടെ തന്നെ കഴിയേണ്ടി വന്നു. അന്ന് രാത്രി എന്നെ അവിടേക്ക് കൊണ്ടുപോയവർ തന്നെ തിരികെ വഴിയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. നിന്നെ കൊണ്ടുപോയ സ്ഥലം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയും? ഇല്ല, കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്ന് വിട്ടതും എന്റെ കണ്ണു മൂടി കെട്ടിയ. ആ സമയത്തൊന്നും അലക്സാണ്ടർ മരിച്ച വിവരം നീ അറിഞ്ഞില്ല അല്ലേ? ഇല്ല, ഇന്ന് സാറ് പറഞ്ഞപ്പോഴാ. അലക്സാണ്ടർ അറിയാൻ ശ്രമിച്ച ആ അജ്ഞാതൻ ആരാണ്? എനിക്കറിയില്ല സാർ. കള്ളം പറയരുത്, നിനക്കറിയാം അവൻ ആരാണെന്ന്. ഇല്ല സാർ, എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. നിന്നെ രക്ഷിക്കാനെത്തിയ ആ അജ്ഞാതനാണ് അലക്സാണ്ടറെ കൊന്നതെങ്കിലോ? എന്താ അങ്ങനെ ആയിക്കൂടെ? അലക്സാണ്ടറുടെ ആൾക്കാർ നിന്നെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് നിന്റെ രക്ഷകനായ അജ്ഞാതൻ അവിടെ എത്തി. നിന്നെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അയാൾക്ക് അലക്സാണ്ടറുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. അതിനിടയിൽ അലക്സാണ്ടർ കൊല്ലപ്പെട്ടു. എന്താ, അതല്ലേ സത്യം? ഇല്ല സർ, സത്യമായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു അജ്ഞാതനെ കുറിച്ച് എനിക്കറിയില്ല. നിനക്കറിയാം, നിന്റെ രക്ഷകനായി വന്ന് അലക്സ് അച്ചായനെ കൊന്ന അജ്ഞാതൻ ആരാണെന്ന് നിനക്കറിയാം. അവൻ ആരാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും.
സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നിന്റെ രക്ഷകനായി വന്ന് അലക്സ് അച്ചായനെ കൊന്ന അജ്ഞാതനാരാണെന്ന് നിനക്കറിയാം. അവൻ ആരാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ മേനോൻ ഡോക്ടർ റൗണ്ട്സിന് വന്നിരിക്കുക. ഡോക്ടർ യെസ്, മേനോന് നൗ ഹി ഈസ് ഓൾ റൈറ്റ്. ആ ഇന്നലെ വൈകിട്ട് ഞാൻ മൂന്തമ്മാമ്മയെ വിളിച്ചിരുന്നു, പക്ഷെ ആരും എടുത്തില്ല. സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എത്തിയത്. വന്നപ്പോഴാ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോന്നു. അച്ഛനും ഇടയ്ക്കിടയ്ക്ക് തിരക്കും. മൂന്തമ്മാമ്മയെ വിളിച്ചോ വന്നോന്നൊക്കെ. ഞാൻ മൂന്തമ്മാമ്മയെ വിളിച്ചത് കല്യാണി ചേച്ചി, എന്റെ കുഞ്ഞിനെ കാണാനില്ല മൂന്തേട്ട. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് അവള് വീട്ടിലെത്തിയിട്ടില്ല. വിഷമിക്കണ്ട, കല്യാണി ഇപ്പൊ സുഖിന്റെ വീട്ടിലുണ്ട്. നേരാണോ മൂന്തേട്ട? അതെ. മോളെ, എന്റെ ഈശ്വര, നീ കാത്തു. മൂന്തമ്മാമ്മ ചേച്ചി കണ്ടോ? കണ്ടില്ല, പക്ഷേ ആളവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവിടെ ഒന്ന് മേനോനെ ഒന്ന് കണ്ട് നേരെ അങ്ങോട്ട് പോകാനിരിക്കുക. എന്റെ ഈശ്വര, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. അവൾ എവിടെ പോയതായിരുന്നു എങ്ങാനും അറിഞ്ഞോ മുകുന്ദേട്ടാ? ഇല്ല, അതിപ്പോ അവിടെ ചെന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാലോ. അല്ല, ഇതൊന്നും മേനോൻ അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയില് അറിയിക്കാൻ പറ്റില്ലല്ലോ. ആ പിന്നെ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്, നിങ്ങൾ കണ്ടോന്നറിഞ്ഞൂടാ. അലക്സാണ്ടർ പേട്ട കൊല്ലപ്പെട്ടു. ആരാ കൊന്നത്, എന്തിനാ കൊന്നത് ഒന്നും അറിയില്ല. ചെയ്തു കൂട്ടിയ ദുഷ്പ്രവൃത്തിയുടെ ഫലം അല്ലാതെന്താ? കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. ആണോ? ആ, ഇനിയിപ്പോ ഒന്നും വേണ്ടല്ലോ. അച്ഛനെ ഇതൊന്നും അറിയിക്കേണ്ട മൂന്തമ്മാമേ. മുകുന്ദേട്ടനോ? ആ ഇരിക്കൂ. മോളെ തലേണ. എന്താ മേന്നെ താമസം താൻ ഇങ്ങോട്ട് മാറ്റിയോ? എപ്പോഴും ഓർക്കും, അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഇവിടം വരെ വരേണ്ടതായിരുന്നല്ലോ എന്ന്. ഇന്നലെ വൈകിട്ട് മോള് വിളിച്ചപ്പോൾ ആരും ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം കരുതി സ്ഥലത്തുണ്ടാവില്ലെന്ന്. അതെ, ഒറ്റപ്പാലം വരെ ഒന്ന് പോകേണ്ടി വന്നു. ഇന്ന് രാവിലെ മടങ്ങി വന്നപ്പോഴാ തന്റെ കാര്യം ഞാൻ അറിഞ്ഞത്. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. വളരെ ഭേദമുണ്ട്. എന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് ശരിക്കും ഭയന്നുപോയി. ഇവരുടെ എല്ലാം പ്രാർത്ഥന ഈശ്വരൻ രക്ഷിച്ചു. എന്നാലും താൻ വളരെ സൂക്ഷിക്കണം. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞത്. ആണോ? അയ്യോ, എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കടന്നാൽ മതിയെന്നായി. വല്ലാത്തൊരു ശ്വാസം മുട്ടല്. ഇതൊന്നും പതിവില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും പതിവാക്കണ്ട. ഇത് ഇന്നത്തെ പത്രമാണോ മുകുന്ദേട്ടാ? ഇതിനകത്തായതുകൊണ്ട് പുറത്ത് എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അല്ല, ഇത് എന്താ ഇന്നത്തെ പത്രം അല്ലേ? അതെ. എന്താ മുകുന്ദേട്ടാ ഞാൻ കാണുന്ന? ഇയാളെ കൊന്നോ?
കണ്ടായിരുന്നു അലക്സാണ്ടർ പേട്ട കൊല്ലപ്പെട്ടു എന്ന്. അതിന് താനിങ്ങനെ എക്സൈറ്റഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ ആവാതിരിക്കും മുകുന്ദേട്ടാ? ഈശ്വരനോട് ഒരുപാട് തവണ കേണിട്ടുണ്ട് ഇയാൾക്കൊരു ശിക്ഷ കൊടുക്കണമെന്ന്. പക്ഷെ ഈശ്വരൻ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. എത്ര അഹങ്കരിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം അയാൾ ഇവിടെ വന്ന് ഭീഷണി മുഴക്കിയതാ. ഇതിന്റെ പേരിൽ ഇനി പോലീസ് നമ്മുടെ പിന്നാലെ നടക്കുമെന്ന എന്റെ പേടി. ഏയ്, താൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അയാൾക്ക് നമ്മളെക്കാൾ ശക്തരായ മറ്റു പല ശത്രുക്കളുണ്ട്. പോലീസ് അവരുടെ പിന്നാലെ പോയിക്കൊള്ളൂ. ആ, എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഒരിടം വരെ പോണം. സമയം കിട്ടിയാൽ വൈകിട്ട് വരാം. ആ, മോണിങ്ങോട്ട് വന്നേ. എന്താ മൂന്തമാമ? അമ്മ അറിയേണ്ടെന്ന് വെച്ചാ നേരത്തെ എനിക്കൊരു കള്ളം പറയേണ്ടി വന്നത്. എന്താ? മോളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ. എന്തായാലും പറഞ്ഞോളൂ മൂന്തമാമ. കല്യാണി ഇപ്പൊ സുഖന്റെ വീട്ടിലില്ല. പിന്നെ ഇന്നലെ രാത്രിയോടെ അവളവിടെ ചെന്നിരുന്നു എന്നുള്ള നേരാ. പക്ഷേ ഇന്ന് രാവിലെ അലക്സാണ്ടർ പേട്ടയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു.